ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നിങ്ങളൊരു പുതിയൊരു മോഡൽ പരിചയപ്പെടുത്താനാണ്. അതായത് ഒരു 5.1 DSP ആംപ്ലിഫയർ ആണ് പരിചയപ്പെടുന്നത്. നമുക്കതിൻ്റെ ഒരു ഡീറ്റെയിലേക്ക് പോകാം. ഇപ്പോൾ ഡൈനാക്സിൻ്റെ ഒരു ഏറ്റവും പുതിയതായിട്ട് നമ്മളൊരു 5.1 ഡോൾബി DTS ഒക്കെ കിട്ടുന്ന രീതിയിൽ ചെയ്തു വന്നിരിക്കുന്ന ഒരു അടിപൊളി ഒരു ആംപ്ലിഫയർ ആണ്. അതായത് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഡൈനാക്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു റിമോട്ട് കിറ്റ് ആണ്. നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ടും കുറേ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു അടിപൊളി ഒരു പ്രൊഡക്റ്റ്. ഇനി ഇതിൻ്റെ ആംപ്ലിഫയറിൻ്റെ ഒരു ഫ്രണ്ട് ഡിസൈനിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ ഇന്നും ചെയ്യുന്ന പോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു പാനൽ ഡിസൈനിങ് ആണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് ഒന്ന് സബിൻ്റെ ഒരു കൺട്രോളും അതേപോലെ തന്നെ ഒരു മാസ്റ്റർ കൺട്രോളും സെൻട്രലായിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു VO മീറ്ററും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെയായിട്ട് നമ്മൾ ചെറിയൊരു സബിൻ്റെ ഒരു വോളിയം കൺട്രോളും കൂടെ കൊടുത്തിട്ടുണ്ട്. റിമോട്ട് കിറ്റിലെ ഡയറക്റ്റ് നമ്മൾ സബ് ഫിൽറ്റർ ഇല്ലാതെ വെക്കുമ്പോൾ അത്രയും ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു സബ് ഫിൽറ്ററും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ സബ് പ്രിയോട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓക്സ് ഇൻപുട്ട് വരുന്നുണ്ട്, കൊയാക്സിൽ വരുന്നുണ്ട്, ഒപ്റ്റിക്കൽ വരുന്നുണ്ട്, HDMI ARC വരുന്നുണ്ട്. ഇതിനകത്തൊരു സബ് പ്രിയോട്ട് കൊടുത്തിരിക്കുന്ന ഒരു നല്ല കാര്യമാണ്. അതായത് നമുക്ക് ഡയറക്റ്റ് ഒരു ഫ്രീക്വൻസി ഒന്നും ഇല്ലാതെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തുനിന്ന് വേണമെങ്കിൽ ഔട്ട് എടുത്തിട്ട് വേണമെങ്കിൽ സബ് ഫിൽറ്ററിലേക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് 6 ചാനലിന് വേണ്ടി നമ്മൾ ബനാന സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു പെർ ചാനൽ നമ്മളൊരു 100 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സബിലേക്ക് വരുവാണെങ്കിൽ ഒരു 250 RMS ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് സബും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 1300-ൻ്റെയൊക്കെ 1300 വാട്ട്സിൻ്റെ സബ് കൊടുക്കുന്ന രീതിയിലും 8 ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ ഒരു 6 ഇഞ്ചിൻ്റെയോ ഒരു ഫ്രണ്ട് റൈറ്റും സറൗണ്ടൊക്കെ കൊടുക്കുന്ന രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇൻസൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ പരമാവധി നീറ്റായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇംബ്രാനിക്സിൻ്റെ പുതിയ കിറ്റിൽ കുറേ വയറുകൾ വരുന്നുണ്ട്. അപ്പോൾ പരമാവധി നമ്മളത് ഒതുക്കി നല്ല നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ ട്രാൻസ്ഫോമറിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഈക്കോർ ട്രാൻസ്ഫോമറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് വൈൻഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ സബിനും അതേപോലെ തന്നെ 5 ചാനലിനും സെപ്പറേറ്റ് ടാപ്പിംഗ് ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. 5 ചാനലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഡൈനാക്സിൻ്റെ തന്നെ ഒരു 5 ചാനൽ ട്രാൻസിസ്റ്റർ ബോർഡാണ്. അതിനകത്ത് പവർ സപ്ലൈ സ്പീക്കർ പ്രൊട്ടക്ഷനൊക്കെ ഉള്ള ഒരു സിംഗിൾ ബോർഡ്. പിന്നെ സബിന് വേണ്ടി നമ്മൾ കുമാർ ഓഡിയോസിൻ്റെ 4 ട്രാൻസിസ്റ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ സബ് ഫിൽറ്ററിനായിട്ട് DTECൻ്റെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ എടുത്തു പറയേണ്ടത് ഇംബ്രാനിക്സിൻ്റെ പുതിയ റിമോട്ട് കിറ്റാണ്. കുറേ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു നല്ല ക്വാളിറ്റി ഒരു റിമോട്ട് കിറ്റ് എന്ന് തന്നെ പറയാം. ഇതിൻ്റെ അകത്ത് ഫ്രണ്ട് ലൈറ്റൊക്കെ ആണെങ്കിലും ഫ്രണ്ട് നോബിൽ വരുന്ന ലൈറ്റൊക്കെ ആണെങ്കിലും നമ്മൾ പല ടൈപ്പിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റാനൊക്കെ പറ്റുന്ന ഒരു കുറേ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു അടിപൊളി ഒരു പ്രൊഡക്റ്റ് തന്നെ പറയാം. നല്ലൊരു ഗെയിൻ കിട്ടുന്നുണ്ട്, നല്ല ബാസ് ട്രിബിള്, അങ്ങനെ ഒരു പക്ക ഒരു ക്വാളിറ്റി ഔട്ട്പുട്ടാണ് നമ്മളിത് ഇതിനകത്ത് കിട്ടുന്നത്. എന്തായാലും നമ്മൾ ചെക്ക് ചെയ്തിട്ടൊക്കെ ആണെങ്കിലും നല്ലൊരു പെർഫോമൻസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതേപോലെ ആംപ്ലിഫയർ വേണ്ടവർ ആവശ്യക്കാർ വാട്സപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഇത് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ലൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.